ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ പൊസിഷനിൽ നിന്ന് എന്തുകൊണ്ട് അങ്ങോട്ട് ഡൈവേർട്ട് നാളെ അവിടെ നിന്ന് നേരെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ ഞാൻ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കണം. ഇവിടെ നിന്ന് നാളെ അപ്പുറത്തേക്ക് പൊസിഷൻ മാറും. ഞങ്ങൾക്കിപ്പോൾ നിലവിലുള്ള റോഡ് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ സാധനം കുറ്റിയടിക്കുന്നത്? ഈ ബസ് സ്റ്റോപ്പിന്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പൊ നിങ്ങൾ കയറി കെട്ടിയാണ്. സംശയങ്ങളല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളെ ഞാൻ മാനിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതുപോലെ ലെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് പരാതി തരാം. ഈ ബസ് സ്റ്റോപ്പ് പറഞ്ഞത് എവിടെയാ? ഞങ്ങൾ പറയണത് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാനല്ല മാഡം. ഞങ്ങളെ ജനങ്ങളുടെ പ്രശ്നം ഈ ബസ് സ്റ്റോപ്പ് ഉള്ളിലേക്ക് പോകുന്നു. മറുപടിയല്ലേ ഞാൻ ഇവിടെ ഒരു കുറ്റിയുടെ സമ്മതിക്കില്ല, ആര് വന്നാലും സമ്മതിക്കില്ല. നിങ്ങൾ ഏത് വലിയ ഉദ്യോഗസ്ഥയായാലും ഈ ബസ് സ്റ്റോപ്പ് പറഞ്ഞത് ആരുടെ കാശ? സർക്കാരിന്റെ കാശ, ഞങ്ങളുടെ കാശ. അതിപ്പോ പൊളിച്ചതിന്റെ ഉള്ളിൽ കൂടെ ഞങ്ങളുടെ കുട്ടികളൊക്കെ ഒരു വ്യക്തമല്ല. എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ ബസ് സ്റ്റോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചാലക്കുടിയിൽ നിന്ന് കൊരട്ടിയിലേക്ക് പോകുമ്പോൾ കൊരട്ടി പ്രസ്, അതിൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പാണിത്. എന്താണ് ബസ് സ്റ്റോപ്പിനുള്ള പ്രശ്നം? ബസ് സ്റ്റോപ്പ് പ്രശ്നത്തിലാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ ഹൈവേയുടെ അടിപ്പാത നിർമ്മാണവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കൊരട്ടിയിലെയും മേലൂരിലെയും ഒക്കെ പഞ്ചായത്ത് ഭരണാധികാരികൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് സർവീസ് റോഡിൻ്റെ നിർമ്മാണം. ഇവിടുത്തെ കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നടക്കുന്ന അവലോകന യോഗങ്ങൾ മുഴുവനും ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക്, പഞ്ചായത്ത് ജനപ്രതിനിധികൾക്കൊക്കെ ഉറപ്പുവരുത്തേണ്ട സംഭവമാണ് സർവീസ് റോഡ് ഉടൻ വരും. പക്ഷേ അതൊരു തട്ടിപ്പായിരുന്നോ എന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഇവിടെ സെൻട്രൽ PWD ഓഫീസിൽ നിന്ന് കുറച്ച് ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കൊരട്ടി പ്രസിൻ്റെ ഒരു പുതിയ ബൗണ്ടറി നിശ്ചയിക്കാൻ പോവാണ്. ഈ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള ഈ ബൗണ്ടറി പ്രകാരം അവിടെ ഒരു കല്ല് കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അത് സർവേ കല്ലല്ല, അത് ഞങ്ങൾ അങ്ങനത്തെ ഒരു കല്ല് കണ്ടല്ല എന്ന് പറയുന്നത്. അതിൻ്റെ പിറകിലാണ് ഇപ്പോൾ കണ്ടെത്തിയ ആ കല്ലിൻ്റെ പിറകിലാണ് യഥാർത്ഥ ബൗണ്ടറി എന്നും, അത് നിശ്ചയപ്രകാരമാണ് ദേശീയ പാത അതോറിറ്റി ഈ ബസ് സ്റ്റോപ്പ് പണിത്. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഈ ബസ് സ്റ്റോപ്പ് പണിതിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സെൻട്രൽ PWD ഓഫീസിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ കല്ല് പ്രകാരം ഈ ബസ് സ്റ്റോപ്പിൻ്റെ പകുതിയോളം പോകും. അതുമാത്രമല്ല, സർവീസ് റോഡ് ഇല്ലാതാകും. സർവീസ് റോഡിനുള്ള പിന്നെ സ്ഥലം ഇവിടുന്ന് കണ്ടെത്തും. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ കൊരട്ടിയിലുള്ളവർ അഭിമുഖീകരിക്കാൻ പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജുവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ മെമ്പർമാരും നാട്ടുകാരും എല്ലാം സംഘടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഈ കൊരട്ടി പ്രസിഡന്റ് സ്ഥലം ഏതോ വലിയ ലോബികൾക്ക് ഇത് ലീസിന് കൊടുക്കാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പുണ്ടെന്നാണ് നാട്ടുകാർ ഇവിടെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട്ടുകാർ സംഘടിച്ചിരിക്കുകയാണ്. മെമ്പർമാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജുവായിട്ട് അടക്കമുള്ള ആളുകളുണ്ട്. അവരിപ്പോൾ പറയുന്നതിന് പ്രത്യേക കാരണം ഈ സർവീസ് റോഡ് എന്തായാലും ആവശ്യമുള്ള സംഭവമാണ്. ഈ ബസ് സ്റ്റോപ്പും ഇവിടെ ആവശ്യമാണ്. ഇതിൻ്റെ കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമാണെങ്കിൽ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങളെ പറ്റി ഇതിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോടും ജനപ്രതിനിധികളോടും നാട്ടുകാരോടും നമുക്ക് ചോദിച്ചറിയാം. 4 മണിയോടുകൂടിയാണ് നമുക്കത് അറിയാൻ കഴിഞ്ഞത്. സെൻട്രൽ PWD ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസിൻ്റെ ബൗണ്ടറി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പബ്ലിക്കായിട്ടുള്ള കുറേ പേരോട് ഉണ്ടായിരുന്നു. പക്ഷേ കാലങ്ങളായിട്ട് അവർ ഇത്രയും 10-25 വർഷത്തിലധികമായിട്ട് നമ്മുടെ ഒരു ബസ് സ്റ്റോപ്പ്, നാഷണൽ ഹൈവേ സ്ഥാപിച്ചിട്ടുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകളും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിക്സ് ചെയ്തതല്ല യഥാർത്ഥത്തിൽ ബൗണ്ടറി. കാരണം നമുക്ക് കാണാൻ കഴിയും തൊട്ടപ്പുറത്ത് ഫെൻസിങ് വന്നിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ ബൗണ്ടറി വെച്ച് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഈ ബസ് സ്റ്റോപ്പ് നമുക്ക് ഈ ബൗണ്ടറിക്ക് ഇപ്പുറത്തായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് മാത്രമല്ല, ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അളന്ന് സ്ഥലം തിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഇതാണ് ബൗണ്ടറി നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ സെൻട്രൽ PWDക്ക് പരാതി കൊടുക്കണം പറയാൻ കഴിഞ്ഞു. പക്ഷേ സെൻട്രൽ PWDക്ക് പരാതി കൊടുക്കുന്നതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ ഇവിടെ സമരം ആരംഭിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡ്, ഇന്നലെ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മൾ ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ സർവീസ് റോഡ്, നിലവിലുള്ള സർവീസ് റോഡ് നമുക്ക് ഇവിടെ പൂർണ്ണമായിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഈ സർവീസ് റോഡ് ഇവിടെ വരെ എത്താവുന്ന രീതിയിൽ പണി പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ആരാധനാലയം നമുക്കറിയാം, ദിനം പ്രതി 10,000-കണക്കിന് ആളുകൾ, പ്രത്യേകിച്ചും ചൊവ്വാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളും 10,000-ലധികം ആളുകളാണ് ദിനം പ്രതി ഇവിടെ വന്നു പോകുന്നത്. അത് മാത്രമല്ല, കൊരട്ടി പഞ്ചായത്തിൻ്റെ 3-ാം വാർഡ്, 2-ാം വാർഡ്, അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തെ മേലൂർ പഞ്ചായത്തിൻ്റെ സാഞ്ചോ നഗർ അടക്കം അടങ്ങുന്ന പ്രദേശത്തുള്ള ആളുകൾ കൊരട്ടിയിലേക്ക്, സ്കൂളുകളിലേക്ക്, അതോടൊപ്പം തന്നെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും സ്ഥിരമായി സഞ്ചരിക്കുന്ന റോഡാണ്. ഇങ്ങനെ ഈ ഇവരുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ പ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ബൗണ്ടറി നിശ്ചയിച്ച് മതിൽ കെട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി നമുക്ക് നടക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം നാഷണൽ ഹൈവേയിലെ തിരക്ക്, അതുമാത്രമല്ല അടിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് സർവീസ് റോഡ് ഇല്ലാത്ത സാഹചര്യം.
പക്ഷെ നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സർവീസ് റോഡ് പൂർത്തീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതില്ലാതാവുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഏതോ വലിയ വ്യക്തിക്ക് സ്ഥലം കൈമാറ്റം നടത്താൻ പോകുന്നുണ്ട് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കാലങ്ങളായിട്ട് ഇതുവരേക്കും ഈ ബൗണ്ടറി കാര്യത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതോ വലിയ വ്യവസായിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സെൻട്രൽ PWDയും തുനിയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെ എന്ത് വില കൊടുത്തും ഈ പ്രദേശത്തുള്ള ആളുകളും പഞ്ചായത്തും ശക്തമായിട്ട് എതിർത്ത് ഇന്ന് എങ്ങനെയാണോ നിലനിൽക്കുന്നത് ആ സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായ എല്ലാ നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടായി. എന്റെ ഈ തൊട്ടടുത്ത് കാണുന്ന ഈ ബസ് സ്റ്റോപ്പ് നാഷണൽ ഹൈവേ അതോറിറ്റി പണിതാ, കൊരട്ടി പഞ്ചായത്ത് പണിതല്ല, മറ്റു ഫണ്ടിൽ നിന്ന് പണിതല്ല. അപ്പോൾ കൃത്യമായും ഈ ബസ് സ്റ്റോപ്പ് ഇത് പ്രസിന്റെ അല്ല എന്നുള്ള കൃത്യമായ തെളിവാണ് ഈ കാണുന്ന ബസ് സ്റ്റോപ്പ്. ഇപ്പോ ഇവിടെ സർവീസ് റോഡ് ഇല്ലാതാക്കിക്കൊണ്ട്, ആന ഇല്ലാതാക്കിക്കൊണ്ട് ആ ഭാഗങ്ങളെ കൊരട്ടിന്ന് വരുമ്പോൾ എല്ലാ ഭാഗത്തും ഉണ്ട്. ഈ ഭാഗത്ത് മാത്രം ഇതൊക്കെ പണിയാതെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രസിന്റെ നേരിട്ട് ഇവർക്ക് നാഷണൽ ഹൈവേയിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇവരുടെ. കാരണം എന്തോ ഒരു വലിയ പ്രസിഡന്റ് ഇതൊക്കെ നേരത്തെ സൂചിപ്പിച്ച വലിയ എന്തോ തന്ത്രമാണ്. കാരണം ഇവിടെ ചുറ്റും മതിൽ കെട്ടാൻ പോകുന്നൊക്കെ പറയണേ. അപ്പൊ ഈ മതിൽ കെട്ടി അടയ്ക്കുമ്പോ ഇവർക്ക് ഈ ഭാഗത്ത് നേരിട്ട് നാഷണൽ ഹൈവേക്ക് എൻട്രി കിട്ടണം. ഇപ്പോ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരിവിടെ ബൗണ്ടറി തെളിയിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇവരിവിടെ കുറ്റി അടിച്ചിട്ട് ഇവർ പറയുന്നത് നാഷണൽ ഹൈവേന്ന് ഏകദേശം ഈ ബസ് സ്റ്റോപ്പ് വരെ വലിയ കുഴപ്പമില്ല സർവീസ് റോഡ്. ഇവിടെ വരുമ്പോ നേരെ ഈ ബസ് സ്റ്റോപ്പിന്റെ പകുതിയിൽ കട്ട് ചെയ്തിട്ട് ഭാഗം കട്ട് ചെയ്തിട്ട് ഈ തുമ്പത്താണ്. അങ്ങനെ വരുമ്പോ ഈ നാഷണൽ ഹൈവേ റോഡിൽ നിന്ന് നിസാരം ഒരു എത്ര മീറ്റർ വളരെ തുച്ഛമാണ് ഇങ്ങോട്ട് ഉള്ളൂ. സാധാരണ നിയമം പാലിച്ചുകൊണ്ട് ഇത്ര അടിയെങ്കിലും തള്ളിയിട്ടിട്ട് വേണം ഒരു മതിൽ കെട്ടാൻ. അപ്പൊ ഇവര് പറഞ്ഞു ഇവിടെയാണ് കുറ്റി. അവിടെ കാണുന്ന ഒരു കല്ല് ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് അറിയാം. ആ കല്ല് ഈ അടുത്ത കാലത്ത് ആരോ കുഴിച്ചിട്ട കല്ലാണ്. കാരണം പഴയ കാലത്ത് ഇട്ട സർവീസ് കല്ലുകൾ അങ്ങനത്തെ കല്ലുകളല്ല. അപ്പൊ ഇവര് ഇത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് ഏതോ ഒരു വലിയ മാഫിയയ്ക്ക് അല്ലെങ്കിൽ അദാനി അംബാനി പോലത്തെ ആൾക്കോ ഈ സ്ഥലം വർഷങ്ങൾക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങളുടെ കൊച്ചുമക്കള് ഇവിടെ സ്കൂളിൽ പോകുന്നുണ്ട്. നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം, ഈ നാഷണൽ ഹൈവേ കൂടെ ചീറിപ്പാഞ്ഞു വരുന്ന തമിഴ് ലോറികൾ, അതുപോലെ തന്നെ വലിയ വലിയ ബസ്സുകൾ, ട്രാൻസ്പോർട്ട് ബസ്സുകൾ, ലോറികൾ ഇതിന്റെ സൈഡിൽ കൂടെ തിക്കി ഞെരുക്കിയിട്ടാണ് അതിന്റെ ഓപ്പോസിറ്റ് നാഷണൽ ഹൈവേയുടെ സൈഡിൽ കൂടെ വരുന്നത്. ആ കുട്ടികൾക്കൊന്ന് സ്കൂളിലോ അല്ലെങ്കിൽ ആസ്പത്രിയിലോ പഞ്ചായത്തിലോ വില്ലേജിലോ ആ കുട്ടികൾക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഈ പണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കുട്ടിക്കൊന്ന് നടക്കാൻ, ചെറിയ കുട്ടികൾക്കെങ്കിലും ഒരു നടക്കാൻ ഒരു പാത പോലും ഇല്ലാത്ത അശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഒരു കാര്യം ഞങ്ങൾ ഈ അവസരത്തിൽ പറയാണ്, ഇതിൽ രാഷ്ട്രീയവും ജാതിയും തോന്നുന്നില്ല. ഇത്തരത്തിലുള്ള നിലപാടുമായിട്ട് മുന്നോട്ട് പോയാൽ ഒരു പണിക്ക് അനുവദിക്കില്ല. ഇവിടുത്തെ സർവേ എന്നല്ല, നാഷണൽ ഹൈവേയിലെ ഒരു പണിക്ക് ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഏത് കേസ് എടുത്താലും സമ്മതിക്കില്ല. ഇവിടം വരെയാണ് ഇതിന്റെ ബൗണ്ടറി ശരിക്കുള്ളത്. അതായത് കൊരട്ടി ഗവൺമെന്റിന്റെ പ്രസിന്റെ നിലവിലുള്ള ബൗണ്ടറി ഇവിടം വരെ ഉള്ളൂ. ഈ ബൗണ്ടറിയിൽ നിന്ന് നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൈവേ സൈഡിലാണ്. ഇപ്പോൾ വന്ന് അവര് അളവെടുത്തപ്പോൾ ഈ ബൗണ്ടറി മാറ്റിയിട്ട് ഇവരിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഈ കല്ലാണ് അവർ പറയുന്നത്. ഈ കല്ല് ഒരു സർവേ കല്ലാണെന്ന് പറയുന്നത്. ഇതൊരിക്കലും സർവേ കല്ലല്ല. സാധാരണ സർവേ കല്ലിന്റെ ഒരു ആംഗിൾ ഇങ്ങനെയല്ല. ഇതിന് അത്ര താഴ്ചയൊന്നുമില്ല, ഒരു ചെറിയ കല്ലാണ്. ഈ കല്ലിനെ നിലനിർത്തിക്കൊണ്ട് അവർ നേരെ അങ്ങോട്ട് പിടിക്കുമ്പോൾ നിലവിലുള്ള യാത്രക്കാരുടെ ബസ് സ്റ്റോപ്പ് സെൻട്രൽ PWD കൈയേറ്റം ചെയ്യാണ്. അപ്പോൾ നിലവിലുള്ള സാധാരണക്കാരുടെ യാത്രാ സൗകര്യം തടസ്സപ്പെടുത്തിക്കൊണ്ട് യാത്രക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമാകത്ത് ഇത് നേരത്തെ പറഞ്ഞ പോലെ വലിയ ഭൂമാഫിയയുടെ ഒരു പ്രവർത്തനമാണ്. സർവീസ് റോഡ് ഇല്ലാതെ പറയണേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവലോകന യോഗം നടത്തിയപ്പോൾ അവർ പറഞ്ഞത് സർവീസ് റോഡ് ഉണ്ടാവുന്നതാണ്. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ PWD ഇതനുസരിച്ച് ഒരു റോഡിന്റെ വികസനം വരുന്നത് മിനിമം ഒരു 7.5 മുതൽ മീറ്ററാണ് വരുന്നത്. ഈ 7.5 മീറ്റർ എന്ന് പറയുമ്പോൾ ഇത് അകത്ത് പോകും. അപ്പോൾ ഇപ്പൊ നിലവിൽ ഈ റോഡ് ഇവിടെ നിന്ന് 7.5 മീറ്റർ എന്ന് പറയുമ്പോൾ ഈ ബൗണ്ടറി അപ്പുറത്ത് യഥാർത്ഥ എക്സിസ്റ്റിംഗ് പഴയ ബൗണ്ടറിയിലേക്ക് പോകണം. അപ്പോൾ ആ ബൗണ്ടറി ഒഴിവാക്കിക്കൊണ്ട് പുതിയ ബൗണ്ടറി എടുത്തിട്ട് യാത്രക്കാരുടെ സേവനങ്ങളുള്ള നിലവിലുള്ള ഈ പറയുന്ന ബസ് സ്റ്റോപ്പ് അതിൻ്റെ അകത്ത് പോവുകയും ഈ നിലവിലുള്ള ഈ റോഡാണ് ഈ കുട്ടികളും സാധാരണക്കാരും ഈ വരുന്ന റോഡുണ്ടല്ലോ, ഈ വരുന്ന റോഡാണ് 3-ാം വാർഡ്, ഗന്നാർ നഗർ, സാൻജോ നഗർ എന്നിവർക്ക് എല്ലാവർക്കും ഏക ആശ്രയം ഇതാണ്. അതുപോലെ തൊട്ട് പുറകിൽ കാണുന്ന നമ്മുടെ ലത്തിമ്പള്ളി, അവിടെ നിന്ന് വരുന്ന ആളുകൾ മുഴുവൻ ഉപയോഗിക്കുന്ന റോഡ് ഇതാണ്. ഈ റോഡ് നിലവിൽ സർവീസ് റോഡ് ഇല്ലേ പണ്ടത്തെ. ഇപ്പോൾ ഉള്ള റോഡ് പോലും ആ റോഡിൽ കൂടെ പോലും സാധാരണക്കാർക്ക് പോകാൻ പറ്റാത്ത അത്ര രീതിയിൽ ഇതിനെ ചുരുക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ആരും തന്നെ, നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റുള്ളവരും പറഞ്ഞ പോലെ ഞങ്ങൾ ആരും തന്നെ വികസനത്തിനെതിരല്ല. പക്ഷേ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അടച്ചു വെച്ചുകൊണ്ട് ഒരു വികസനവും പ്രാബല്യത്തിലാവില്ല.